കേസില് രണ്ടാം പ്രതിയാണ്. കേസിൽ ഒന്നാം പ്രതി ഗുണ്ടാ നേതാവ് ഔറംഗസേബാണ്. ഈ ഔറംഗസേബ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ജനുവനിൽ പറഞ്ഞ ഈ പുള്ളിയും ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുള്ളി ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞു. ഈ ഔറംഗസീബ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. എനിക്കാവട്ടെ എൻ്റെ ഫാമിലിക്കാവട്ടെ അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പുള്ളിക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ കാര്യങ്ങളായിട്ട് ഉണ്ടെന്ന് എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. എനിക്കാവട്ടെ എൻ്റെ ഫാമിലിക്കാവട്ടെ നല്ല വൃത്തിക്ക് അറിയാം. പക്ഷെ ഞാൻ ഇപ്പോഴും താമസിക്കുന്നത് പുള്ളിയുടെ ഫാമിലിയുടെ കൂടെയാണ്. ഞാൻ നിൽക്കുന്നത് ഈ 3.5 വർഷമായി ഞാൻ എറണാകുളത്ത് വന്നിട്ട്. അപ്പോൾ എൻ്റെ ഈ ഷൂട്ടിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് നിൽക്കുന്ന എറണാകുളത്ത് തന്നെയാണ് സെറ്റിൽഡ്. അപ്പോൾ പുള്ളിയുടെ സഹോദരിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം എനിക്കിപ്പോൾ എന്താ പറയുക, ഒരു സുഹൃത്തെന്ന് പറയാം. സുഹൃത്തിന് പല അർത്ഥങ്ങളുണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ ഫാമിലിയിൽ കുറേ പ്രശ്നങ്ങളാവട്ടെ, പുള്ളിക്ക് എത്ര നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫാമിലിയിൽ ഒരു ആളായിട്ട് നിൽക്കുന്നത് ഇന്ന് ഈ പറയുന്ന ഔറംഗസേബ് വളരെയധികം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അലീനയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് കേട്ടപ്പോഴാണ് ഔറംഗസേബ് വരുന്നത്, അതോ ആ സമയത്തുണ്ടായിരുന്നു? സമയത്ത് പുള്ളി ഇല്ല, പുള്ളി ഇത് അറിയുന്നില്ല. പുള്ളി CCTV ദൃശ്യങ്ങളിൽ ഔറംഗസേബ് പുള്ളി വരുന്നത് ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ഏറ്റവും അറ്റ് എൻഡ് പോർഷനിലാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന ആളെ വിളിച്ചിട്ട് ഇപ്പൊ അലീനയുടെ കൈയും പൊട്ടിയിട്ടുണ്ട്, ഇക്ക നമുക്ക് എന്താ ചെയ്യാൻ അറിയാം, ഹോസ്പിറ്റലിൽ പോകണമെന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇക്ക ഹോസ്പിറ്റലിൽ പോകണം, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മൂക്കിന് നല്ല ഷെയ്ൻഷാ എന്ന് പറയുന്ന പയ്യൻ്റെയാണ് മൂക്കിൽ പൊട്ടൽ വരുന്നത്. അപ്പം നമ്മുടെ അടുത്ത് ആരുടെ ഫോണില്ല, എവിടെയാണെന്ന് പോലും ഒരു ഐഡിയ ഇല്ല. ഫോണൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പയ്യനാണ് ഫോൺ, അതിലുണ്ട് ഈ ഫോണ് വിളിക്കുന്നൊരു ദൃശ്യം അതിലുണ്ട്. ഫോണ് വിളിച്ചിട്ട് പറയുന്നത് ഇക്ക ഇപ്പം അലീനയുടെ കൈ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോഴും പുള്ളിയോട് നമ്മൾ കാര്യം പറഞ്ഞിട്ടില്ല. പുള്ളി വഴക്ക് പറയുമല്ലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. പുള്ളി വരുമ്പോഴാണ് ഈ കാണുന്നത് നമ്മൾ ഈ ബ്ലഡിലൊക്കെ നിൽക്കുന്നത്. പുള്ളി എപ്പോഴും കാര്യം അന്വേഷിക്കുന്നില്ല. നമ്മളെ ഹോസ്പിറ്റലിൽ ആക്കുന്നതും പുള്ളിയാണ്. പക്ഷെ അതിനിടയിൽ ഇപ്പം ഇതിൻ്റെ ഇടയിൽ എന്താ പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യക്തിവൈരാഗ്യം എന്തോ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തതിൻ്റെ റീസൺ, ഈ 6-7 പേര്, ഈ ഷെയ്ൻഷാ എന്ന് പറയുന്ന പയ്യനെ ഒരു 6-7 പേര് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അമീൻ എന്ന് പറയുന്ന ഒരു പയ്യനെ 6-7 പേര് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവരടിക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, അനീഷേട്ടൻ്റെ പിള്ളേരാണ് നമ്മൾ, ഇവിടെ വന്ന് നിൻ്റെയൊക്കെ കളി നടക്കുമോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാള്, അങ്ങനെ എന്തോ ആണ്, എനിക്ക് ആളെ പറ്റി അറിയില്ല, മരടനീഷ് എന്നാണ് പിന്നെ ഞാൻ കേട്ടറിവ്. അപ്പോൾ ഈ അനീഷിൻ്റെ പിള്ളേരാണ് ഞങ്ങൾ, ഇവിടെ വന്ന് നിങ്ങളെ കളി നടക്കൂ. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ചേട്ടാ നമ്മുടെ ഭാഗത്തല്ല തെറ്റ്, പുള്ളി ഫ്ലേർട്ട് ചെയ്തുകൊണ്ടല്ലേ ചേട്ടാ എന്ന് പറയുമ്പോഴും എന്നെ പച്ചയ്ക്ക് നല്ല തെറി വിളിക്കുക. ആ നിന്ന് പയ്യന്മാരിൽ 2-3 പേര് എന്നെ കുറേ തെറി വിളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തോ പറയാനാ, ഒരു ഓപ്ഷൻ നമുക്കില്ല അവിടെ പറയാനായിട്ട്. അപ്പോൾ ഇത് പറയുമ്പോഴാണ് ഇങ്ങനെ ആരോ ബേസ് ഉണ്ട്, എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ നടക്കുന്നുണ്ട്. ചില ഘട്ടങ്ങളിൽ വന്നായിരുന്നു ഒരു ഗുണ്ടാ കുടിപ്പകയാണെന്നൊരു സംശയം പോലീസും കരുതുന്നുണ്ട്. അതായത് ഈ മരട് അനീഷിന് ഔറംഗസേബിന്റെ വല്ല വിരോധമുണ്ടോ? അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടും, കാരണം പുള്ളി അതിനുശേഷം കോൺടാക്ട് ചെയ്തിട്ടും എനിക്ക് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അന്ന് രാത്രി തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? ഇല്ല, അന്ന് നൈറ്റ് നമ്മൾ ജനറൽ ഹോസ്പിറ്റലിലാണ് നേരെ പോകുന്നത്. പുള്ളി അവിടെ നിന്നാക്കി പുള്ളി പോയി കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ എക്സ്റേ കാര്യങ്ങളെല്ലാം എടുത്തു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് പൊട്ടലുണ്ട്, എക്സ്റേ കാര്യങ്ങൾ എടുത്തു. അല്ല, അവിടുത്തെ ആ സംഭവം പിന്നെ അവസാനിക്കുന്നത് എങ്ങനെ, ഈ സംഘർഷം? ഇത് കഴിഞ്ഞ് ഇക്ക വരുന്നു. ഇക്ക വന്നു. ഇക്ക വന്ന സമയത്ത് ഇക്കായ അറിയുന്ന കുറച്ച് ചെക്കന്മാർ അവിടെ ഉണ്ട്. അപ്പോൾ പറയുന്നത്, അയ്യോ പോട്ടെ, ആ പെങ്കൊച്ചിൻ്റെ കേസല്ലേ വിട്ടേക്ക്, അപ്പോൾ ഇക്കായ നമുക്ക് അറിയുന്നയാന്ന് പറഞ്ഞ് പുള്ളിക്ക് എന്താ സംഭവം അറിയാതെ പുള്ളിയോട് എത്തുന്നത്. എന്താണ് നടക്കുന്നത്, എന്തോ ആയി, പുള്ളി എൻ്റെ കൈ പൊട്ടിയിട്ടുണ്ട്, ഇവർക്ക് ഫേസിൽ അടി കിട്ടിയിട്ടുണ്ട്, അല്ലാതെ എന്താണ് അവിടുത്തെ വിഷയമൊന്നും പുള്ളിക്ക് അപ്പോഴും അറിയില്ല. നമ്മൾ ഓൺ ദ വേ പോകുന്ന വഴിക്കാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസ് ആയിട്ടുണ്ട്, അല്ലാതെ പുള്ളിക്ക് ആ സമയത്ത് ഒന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ പറയുമ്പോൾ ഇതൊന്ന് പുള്ളി വന്ന് സംസാരിക്കുന്നുണ്ട്, അതിൽ ആരുടെ എന്തൊക്കെയൊക്കെ സംസാരിക്കുന്നുണ്ട്. വിട്ടേക്ക്, ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വിട്ടേക്കെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ നമ്മളെ വിടുന്നത്, നമ്മൾ കാർ എടുത്തിട്ട് നേരെ പോകുന്ന ജനറൽ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ അവിടെ പോയി ഡോക്ടർ സംസാരിച്ചു, കാര്യങ്ങൾ കഴിഞ്ഞു. പിറ്റേ ദിവസം നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന കളമശ്ശേരിയിലേക്കാണ്. കാരണം അപ്പോൾ പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി 1 വീക്ക് നമുക്ക് റെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നേരെ കളമശ്ശേരി. അപ്പോഴൊന്നും നിൽക്കയില്ല, പുള്ളിക്കാരനെ കൊണ്ടാക്കിയിട്ട് പുള്ളി പോയിട്ടുണ്ടായിരുന്നു. കളമശ്ശേരി ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് തിരിച്ച് ഞാൻ പോകുന്നത്, അപ്പോൾ എനിക്ക് ഓക്കെ കുഴപ്പമില്ല, കൈയൊക്കെ കെട്ടി ക്ലിയറായി. ഞാൻ നേരെ ഇത്താടെ വീട്ടിൽ പോയി. ആലുവയിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്.